കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയും നിതീഷുമായിട്ട് എപ്പോഴും ആ വീട്ടിലെ നല്ലൊരു ചേച്ചിയും അമ്മയും കോമ്പോയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അത് കണ്ടിട്ട് സുധീഷ് പറയുക, അമ്മയുടെ സ്ഥാനത്ത് ചേച്ചിയുടെ സ്ഥാനത്ത് നിനക്ക് നിധിയുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ആരും ഇല്ലല്ലോ, അതിനെന്താ, നിങ്ങൾക്ക് ആരെയും വേണോ? നിധി ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ നിങ്ങളായിട്ടല്ലേ എല്ലാം കളഞ്ഞു കുടിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, എന്തായാലും ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി രണ്ടുപേരും കൂടി തർക്കിക്കാനും നിൽക്കണ്ട, പോയി അവരവരെ കാര്യം നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി അവിടെ വരുന്നുണ്ട്. നിധി എല്ലായിടത്തും പറയുക, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, എന്തായാലും പെട്ടെന്ന് തന്നെ അതിലൊരു വിധി വരും, നമുക്കാണെങ്കിൽ ഡൈവേഴ്സ് തന്നെ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, മോളെ ആലോചിച്ചിട്ട് വേണ്ടേ തീരുമാനിക്കാൻ, എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി തീർന്നിരിക്കുക നീ, ഇനിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയാണെങ്കിൽ ഒരുമിച്ച് പോകാൻ നോക്കണം സ്നേഹത്തോടെ. എനിക്കതിന് പറ്റില്ല, എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് ആ രീതിയിൽ സുധീഷിൻ്റെ അടുത്ത് ഒരു ഇഷ്ടവും ഇല്ല, എന്നാൽ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് സുധീഷ് നിൽക്കുക. സുധീഷ് പറയുക, എന്തായാലും ഞാനിനി എന്ത് ചെയ്യുമെന്ന് നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നികേഷാണെങ്കിൽ പറയുക, എന്തായാലും വിഷമിക്കണ്ട, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, എല്ലാം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുക, എന്തായാലും നിങ്ങളാണെങ്കിൽ വരുത്തി വയ്ക്കുന്ന ഓരോരോ വിനകളാണ്, അല്ലെങ്കിൽ ഇപ്പം ഈ കാര്യം വരില്ലായിരുന്നു, താലി ഊരി വരെ വാങ്ങിച്ച ആളല്ലേ, എന്തായാലും നിങ്ങളെ വർത്തമാനം കേട്ടിട്ടാ ഞങ്ങൾ വരെ സഹിച്ചിരുന്നതാ, പക്ഷേ എങ്ങനെ സഹിക്കും വന്നു കയറി ആ ചേച്ചി, സമ്മതിക്കണം എന്ന് പറയുക ഹരീഷ്. ഇത് കേട്ടിട്ട് സുധീഷിന് ദേഷ്യവും വിഷമവും എല്ലാം കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഭാഷ് പറയുക, എന്തായാലും അവളെടുത്ത തീരുമാനം നീ കൂടെ പോകണം കേട്ടോ, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് അവൾ പറയുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നടക്കുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം, എന്തായാലും ഇനി ഓരോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടണ്ട നീ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുക, ശരി എന്നാൽ ഞങ്ങൾ കൂടെ പോവാമെന്ന് പറയുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വക്കീൽ ഓഫീസിൽ പോകുന്നുണ്ട് രണ്ടുപേരും കൂടെ. അവിടെ പോയി പറയുക, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് നിധി. ഇത് കേട്ടിട്ട് സുധീഷിനാണെങ്കിൽ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഇരിക്കുന്നത് തന്നെ. ഇത് കണ്ടിട്ട് വക്കീൽ ചോദിക്കുക, എന്തായാലും എന്താ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇതിൽ, രണ്ടുപേരും മ്യൂച്വലായിട്ട് ഡൈവേഴ്സിന് നമ്മൾ ശ്രമിക്കുന്നത്, രണ്ടുപേരും അതിന് സമ്മതമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ സമ്മതമല്ല എന്ന് തന്നെയാണ് പറയുന്നത്, എന്തായാലും എനിക്ക് താല്പര്യമില്ല, ഒരുമിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട് സുധീഷിനെ നിധി. ഇത് കണ്ടിട്ട് നിധി പറയുക, എന്തായാലും ഞങ്ങളെടുത്ത തീരുമാനം തന്നെയാണ്, ഇഷ്ടം തന്നെയാണ് പിരിയാൻ വേണ്ടി, ഇനി കൂടുതലൊന്നും ചോദിക്കണ്ട, എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിധിയാണെങ്കിൽ പോവുകയും ആ സമയത്ത് വക്കീലിൻ്റെ അടുത്ത് പ്രത്യേകം പോയി സംസാരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരുമിച്ച് പോകാനാണ് താല്പര്യം, പക്ഷേ അവൾക്ക് താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒരുമിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് സുധീഷിൻ്റെ അടുത്ത് പറയുക, എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് വന്നതാ, എന്തിനാ ഇവിടെ വന്നിട്ട് കാര്യം മാറ്റി പറഞ്ഞത്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അത് നിധി, നമ്മൾ ആലോചിച്ചിട്ട് വേണ്ടേ ഓരോ തീരുമാനം എടുക്കാൻ, ഇനി ഇതിൻ്റെ പേരിൽ നിൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ വീണ്ടും അവനെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആദ്യം എനിക്ക് ഡൈവേഴ്സാണ് വേണ്ടത്, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറയരുത്, ഞാൻ ഇപ്പം അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരീഷിൻ്റെ വീട്ടിലാണെങ്കിൽ നീതുവിൻ്റെ കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്ക് തന്നെയാണ്, അനിയൻ അഖിലും കൊണ്ട് വന്ന് ബഹളം വെച്ചതിൻ്റെ പേരിലൊക്കെ. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും സുധീഷ് പറയുക, എന്തായാലും ഞാൻ കൂടെ കൊണ്ടുവിടാൻ നിധിയെ എന്നൊക്കെ പറയുന്നു. വേണ്ട എന്നെ നികേഷ് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുക റോഡിൽ കൂടെ. ആ സമയത്ത് നീതുവിൻ്റെ സഹോദരൻ വന്നെന്ന് ബഹളം വയ്ക്കുകയോ കൂട്ടുകാരുമായിട്ട്, നീ വീട്ടിൽ എല്ലാവരും വന്നപ്പം നീ അടുത്ത് പറയുന്ന കേട്ടല്ലോ, ആ വീട്ടിൽ നീ ആയതുകൊണ്ട് താമസിക്കുമെന്നോ നല്ല രീതിയിലൊക്കെയാണെന്ന്, ഏത് പെണ്ണ് വന്നാലും നല്ലതായിട്ട് ജീവിക്കുമെന്ന് നീ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത്, ആ വീട്ടിലാണെങ്കിൽ ഒരു വയസ്സായ സ്ത്രീ പോലും ആ വീട്ടിൽ കയറില്ല, പിന്നെയാണോ നിൻ്റെ സംസാരം കേട്ട് ഞങ്ങളിനി പെണ്ണയക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, എന്തായാലും ഈ വഴിയിൽ വെച്ച് തടഞ്ഞിങ്ങനെയൊന്നും പറയുന്നത് ശരിയുള്ള ഏർപ്പാടൊന്നുമല്ല, വീട്ടിൽ വരുന്ന സംസാരിക്കുന്നത് എന്തുണ്ടെങ്കിലും, അതുമാത്രമല്ല ചേച്ചിയുടെ ഒരു വാക്ക് പറഞ്ഞു പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആരാടാ നീ ഇതൊക്കെ പറയാൻ വേണ്ടി, ഇതാരാ സിനിമാ നടിയാണോ, അവളുടെ അടുത്തൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞ്
തന്നെ ഞങ്ങളെ വീട്ടിലെ ഒരു ചേച്ചിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന് കയറിയതാണ്. അതുകൊണ്ട് അവർ പറയണ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇനി എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ അടിക്കാൻ വേണ്ടി തിരിച്ച് എൻ്റെ ചേട്ടന്മാർ വരും എന്നൊക്കെ പറഞ്ഞ് അയക്കുകയും ചെയ്യുന്നുണ്ട്. കാണാടാന്ന് പറഞ്ഞിട്ട് അഖിൽ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിവരം ഹരീഷിൻ്റെ അടുത്ത് അറിയിക്കാൻ വേണ്ടി നികേഷ് പോവുക. അങ്ങനെയാണെങ്കിൽ നീതുവിൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുക, എന്തായാലും വഴി പോകുന്നവരെ പോലും തടഞ്ഞു നിർത്തിയാണ് നിൻ്റെ ചേട്ടൻ്റെ സംസാരം. ഇനി മേലെ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കും. നിനക്കറിയാമല്ലോ, ഞാനും തിരിച്ച് വീട് കയറി അടിക്കാൻ എനിക്കും അറിയാം എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നിധി പറയുക, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളെ തടഞ്ഞു നിർത്തി ഇതുപോലെയൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ പറയുക, ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അവരൊക്കെ വരട്ടെ, വന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കാൻ. അപ്പോഴേ എല്ലാവരും കാണുമല്ലോ, അവനും ആ വീട്ടിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ രണ്ടും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുക ഭാസ്കരന്. എന്തായാലും ഞാനും കൂടെ വരാം. അവനാണെങ്കിൽ എൻ്റെ മോളെ റോഡിൽ തടഞ്ഞു നിർത്തിയല്ലേ സംസാരിച്ചത്. അവൻ എത്ര ധൈര്യം ഉണ്ടായിരുന്നിട്ടാ ഇവിടെ വന്ന് സംസാരിക്കുക, എൻ്റെ കാര്യം റോഡിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, അത് ശരിയാ, എനിക്കാണെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുമല്ല ഞാനാ പറഞ്ഞത് വേണ്ട അദ്ദേഹത്തൊന്നും തൊഴണ്ടെന്ന്, അല്ലെങ്കിൽ അവിടെ അടി നടക്കുമായിരുന്നു എന്ന് നിധി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്, ഇതൊക്കെ നീ അപ്പോഴേ ഫോൺ വിളിച്ച് പറയണ്ടേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതിന് ചേച്ചിയാണ് പറഞ്ഞത് ഒന്നും പറയണ്ടെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് വക്കീൽ ഓഫീസിൽ നിന്ന് സുധീഷിന് ഫോൺ വരുന്നത്. കേസിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നാളെ വന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് പറയുക വക്കീലിൻ്റെ അടുത്ത്, എന്തായാലും എനിക്ക് താല്പര്യമില്ല, ഡൈവേഴ്സിന് വേണ്ടി എനിക്ക് പിരിയാൻ ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് നിധിയെ ഒന്ന് സമ്മതിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് വക്കീലിൻ്റെ പറയുക. അതുപോലെ തന്നെ ഈ കാര്യം സുഭാഷിൻ്റെ അടുത്ത് പറയുക, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക, എൻ്റെ ഇഷ്ടം മനസ്സിനെ തുറന്ന് പറയുക, ആ സമയത്ത് അവൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം കൂടുകയായിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് സുധീഷ്. എനിക്കാണെങ്കിൽ നിധിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് ഇഷ്ടം തോന്നിയതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന് ഒരു താല്പര്യമില്ല. എൻ്റെ അടുത്ത് ഇനി പിരിയാൻ വേണ്ടി കാര്യം എൻ്റെ അടുത്ത് പറയരുത് നിധി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇതെല്ലാം ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇനി പിരിയുന്നു ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ഇഷ്ടം നിധിക്കും ഉണ്ട് ആ പറച്ചിലിൽ. പക്ഷേ അവൻ്റെ ഓരോ കാര്യങ്ങൾ കൊണ്ടും വർത്തമാനം കൊണ്ടും മാത്രം ദേഷ്യം കൊണ്ട് ഈ തീരുമാനം പെട്ടെന്ന് നിധി എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇത് കേട്ടത് നിധിക്ക് സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരുന്നു നിന്നത്. ഒന്നും പറയാതെ നിധി കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്തു. ഇത് കേട്ടിട്ട് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുക ഹരീഷ്, എന്താ നിങ്ങളവിടെ പറഞ്ഞേ? പെട്ടെന്ന് തന്നെ ഒന്ന് മിണ്ടാതെ കയറി പോയല്ലോ ചേച്ചി, എന്താ വഴക്കുപറ്റ കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനാണെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്കാണെങ്കിൽ പിരിയാൻ ഒരു താല്പര്യവുമില്ല, ഇനി എന്നെയും കൊണ്ട് വക്കീൽ ഓഫീസിൽ പോവല്ലെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ അവളാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഇഷ്ടം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി അവൾ ആലോചിക്കട്ടെ, ആലോചിച്ചെടുത്ത തീരുമാനം ഇനി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയുക ഹരീഷ്, എന്തായാലും തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നതാ ചേച്ചി. പക്ഷേ നിങ്ങളങ്ങനെ അല്ലല്ലോ സ്വഭാവം. അതുകൊണ്ട് നോക്കിയൊക്കെയാണ് അവളുടെ സംസാരിക്കാൻ. അതുമാത്രമല്ല അവർ എങ്ങനത്തെ വീട്ടിലാണ് വളർന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ആ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ പോയ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞ് എങ്ങനെ പറയണം എന്നറിയാതെ നിൽക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹരീഷ് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്.